സ്റ്റുഡൻസ്, അപ്പോൾ ഒരുപാട് മക്കള് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എപ്പോഴാണ് എൻട്രൻസിനൊക്കെ പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിലായിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മുടെ ബേസ് സ്ട്രോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഭാഗത്ത് നിന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. So, what is the atomic number of the element carbon? Atomic number of carbon എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കാർബണിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പീരിയോഡിക് ടേബിൾ അറിയാലോ. നമ്മുടെ ലാബുകളിലും ക്ലാസ് റൂമുകളിലും ഒക്കെ നിങ്ങൾ ഈ പീരിയോഡിക് ടേബിൾ കണ്ടിട്ടുണ്ടാവും. പീരിയോഡിക് ടേബിളിൽ ഓരോ എലിമെന്റിനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവരെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റാൻഡം ആയിട്ട് പ്ലേസ് ചെയ്തതാണ്? അല്ല, ഇവരെയൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവരുടെ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അറ്റോമിക് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ നമ്മൾ കുറച്ചും കൂടെ വലിയ ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്ക് പഠിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അറ്റോമിക് നമ്പർ 1 ആയിട്ടുള്ള ഹൈഡ്രജൻ മുതലാണ് നമ്മൾ ഈ എലമെന്റുകളെ പ്ലേസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ഇതിൽ കാർബണിന്റെ അറ്റോമിക് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, കാർബൺ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പൊ 1 മുതൽ 10 വരെയെങ്കിലുമുള്ള എലമെന്റുകളുടെ എണ്ണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയം, ഇവരാണ് ആദ്യത്തെ 10 ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് തന്നെ ഈ എലമെന്റ്സിനെയൊക്കെ നിങ്ങൾക്ക് പരിചയം പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ആദ്യത്തെ 10 എലമെന്റ്സിനെ പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ഒക്കെ ഉപകാരപ്പെടും. ഇനി നിങ്ങളൊരു എൻട്രൻസ് ലെവലിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പോലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ചെറിയ ക്ലാസ്സുകളിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ചു വെക്കാൻ ടീച്ചർ ഒരു കോഡ് പറഞ്ഞു തരട്ടെ. എന്താണ് ആദ്യത്തെ 10 എലമെന്റുകളെ പഠിച്ചു വെക്കാനുള്ള ഒരു കോഡ് എന്ന്? ഇത്രയേ ഉള്ളൂ. കോഡ് വളരെ സിമ്പിൾ ആണ്. ഹായ് ഹലോ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ എന്താ ഈ ഹായ് ഹലോ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റിന്റെ പിന്നിലുള്ളത്? ഹായ് ഹലോ, ഹായ് എന്ന് പറയുമ്പോൾ എച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ ഓർത്ത് വെക്കാം. ഹലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, HE എന്നാണ് ഹലോ എന്ന് പറയുമ്പോൾ. ഹീലിയമാണ് നമ്മൾ ഹലോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ളത് BBC എന്നാണ്. ബെറിലിയം, ബോറോൺ, കാർബൺ. BBC ന്യൂസ്. ന്യൂസ് എന്ന് പറയുന്നതിൽ N എന്താണ്? നൈട്രജൻ ആണ്. ഓൺ ഓക്സിജൻ, ഫ്രൈഡേ നൈറ്റ്. അപ്പൊ ഇതിൽ ഫ്രൈഡേ എന്ന് പറയുന്നത് ഫ്ലൂറിൻ എന്നുള്ള എലമെന്റ് ആണ്. N എന്ന് പറയുമ്പോൾ അല്ലെ നൈറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ Ne എന്ന് പറയുന്നത് നിയോണിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നൈറ്റ് എന്നുള്ളത് നിങ്ങൾ ആ എലമെന്റിനെ ഒന്ന് പരിചയപ്പെടുക. അതിനുശേഷം അവരെങ്ങനെയാണ് നമ്മൾ ചുരുക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത്, അതായത് അവരെ ഷോർട്ടിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. ജസ്റ്റ് ആ എലമെന്റുകളെ ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് മിസ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ 10 എലമെന്റിനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. ഓരോ എലമെന്റിനും അല്ലെ 1 മുതൽ 118 എലമെന്റോളം നമ്മൾ പീരിയോഡിക് ടേബിളിലുണ്ട്. ഇതിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവരിലെ ഓരോ എലമെന്റിന്റെ പേര് വെച്ച് 100th എലമെന്റ് ഏതാണെന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബേസ് ആണ് അല്ലെ, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ തുടങ്ങുന്നത്. ആദ്യത്തെ 10 എണ്ണമെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇതുപോലുള്ള കുറേ ട്രിക്കുകളും ടിപ്സുകളും ഒക്കെ നമ്മൾ നമ്മുടെ ഫാൽക്കൺ ബാച്ചിൽ പഠിക്കുന്നതായിരിക്കും. ഫാൽക്കൺ ബാച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എൻട്രൻസ് ഒക്കെ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ അതിനൊക്കെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ പാസ് ആവണ്ടേ? എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ബാച്ചാണ് സൈലത്തിന്റെ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ കേരളത്തിലുള്ള അധിക ആളുകളും പലപ്പോഴും ഇത്തരം എൻട്രൻസ് എക്സാമുകളെ കുറിച്ച് ചിന്തിക്കുന്നത് +2 ശേഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ റാങ്ക് ഒക്കെ വരുമ്പോൾ ഓൾ ഇന്ത്യ എക്സാമിനേഷൻ മിക്കവാറും എന്താണ് പുറത്തുള്ള ആളുകളാണ് കൊണ്ടുപോകാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ കേരളത്തിലെ അടിപൊളി മക്കൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നേരത്തെ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് അറിയുകയും നമ്മുടെ പ്രാക്ടീസ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുകയും വേണം. അതിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ബാച്ചായിരിക്കും സൈലത്തിന്റെ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് സൈലത്തിന്റെ ഫാൽക്കൺ ബാച്ചിനോടൊപ്പം പഠിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. അടിപൊളിയായിട്ടിരിക്കുക. ഓൾ